PSC ഈസി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th ലെവൽ അവസാനഘട്ട തയ്യാറെടുപ്പാണെന്നറിയാം. അപ്പോൾ അതിലേക്കുള്ള കുറച്ചുകൂടിയുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ 1, 2, 3 ഘട്ടങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്ലസ് കണക്റ്റഡ് ഫാക്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുന്നുണ്ട്. തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ്, ശുക്രയാൻ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന വർഷം. ഇന്ത്യയുടെ ശുക്രനിലേക്കുള്ള ദൗത്യമാണ് ശുക്രയാൻ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന വർഷം 2028. 2028 ശുക്രയാൻ്റെ വിക്ഷേപണം ISRO ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏതാണെന്ന് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചു. ഗഗൻയാൻ അല്ലേ, ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമാണ്. പിന്നെ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയെയും PSC ചോദിച്ചിട്ടുണ്ട്. പ്രശാന്ത് ബാലകൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ. മലയാളിയൊക്കെ ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണനാണ്. അദ്ദേഹത്തെ കൂടാതെ അജിത് കൃഷ്ണൻ, ശുഭാംശു ശുക്ല എന്നിവരൊക്കെ ഉണ്ട്. അപ്പോൾ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ. അതുപോലെ ചന്ദ്രനെ കുറിച്ച് പഠിക്കാനുള്ളത് ചന്ദ്രയാൻ അല്ലേ. ചന്ദ്രയാൻ 1, 2, 3 ഉണ്ട്. 3 ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എപ്പോഴാണ്? 2023 ജൂലൈ 14 അല്ലേ. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. അതിൻ്റെ വിക്ഷേപണ വാഹനം GSLV Mark 3 ആണ്. വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ശ്രീഹരിക്കോട്ട. അപ്പോൾ ചന്ദ്രനിൽ ഇറങ്ങിയ ഡേറ്റ് 2023 ഓഗസ്റ്റ് 23. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത്. ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ആദ്യത്തെ പേടകമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 മാറി. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ടും ആചരിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രയാൻ 3 ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ് ആണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. ചന്ദ്രയാൻ 3 ഇറങ്ങിയ പോയിന്റ്, ആ സ്ഥലം ശിവശക്തി പോയിന്റ് എന്നറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ചന്ദ്രയാൻ, ശുക്രയാൻ, ഗഗൻയാൻ അതൊക്കെ പഠിക്കുക. പിന്നെ പൂർണ്ണമായും വനിതകൾ നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം VSAT ആണ് കേട്ടോ. പൂർണ്ണമായും വനിതകൾ നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം VSAT ആണ്. പിന്നെ സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ദൗത്യം ആദിത്യ L1 ആണ്. ആദിത്യ L1 2023 സെപ്റ്റംബർ 2 ഇന്ത്യ വിക്ഷേപിക്കുന്നത് കേട്ടോ. സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ISROയുടെ ദൗത്യം ആദിത്യ L1 വിക്ഷേപിച്ച ഡേറ്റ് 2023 സെപ്റ്റംബർ 2. അതിൻ്റെ വാഹനം PSLV C-57 ആണ്. ആദിത്യ L1 വിക്ഷേപണ വാഹനം PSLV C-57. ഇപ്പം ശുക്രയാൻ, ചന്ദ്രയാൻ, ഗഗൻയാൻ, സമുദ്രയാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സമുദ്രത്തെക്കുറിച്ച് അറിയാനുള്ള ദൗത്യത്തിൻ്റെ പേര് സമുദ്രയാനാണ് കേട്ടോ. അതുപോലെ ISROയും നാസയും സംയുക്തമായി വിക്ഷേപിക്കുന്ന ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തിൻ്റെ പേര് നിസാർ എന്നാണ്. അതായത് നാസ ISRO സിന്തറ്റിക് അപ്രോച്ച് റഡാർ. നാസയും ISROയും സംയുക്തമായി വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ കൃത്രിമ ഉപഗ്രഹമാണ് നിസാർ. NISAR എന്നാണ്. നാസ ISRO സിന്തറ്റിക് അപ്പോർച്ചർ റഡാർ എന്നാണ് അതിൻ്റെ ഫുൾ പേര്. ഗഗൻയാൻ, ആദിത്യ L1, പിന്നെ ചന്ദ്രയാൻ, ശുക്രയാൻ അതൊക്കെ പറഞ്ഞു. അപ്പോൾ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. അത് നോട്ട് ചെയ്തോളൂ. കുറേ ദിനങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടല്ലേ. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. വേൾഡ് ഫുട്ബോൾ ഡേ ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് മെയ് 25 ആണ് കേട്ടോ. ലോക ഫുട്ബോൾ ദിനം മെയ് 25. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. അതുപോലെ ലോക്പാലിൻ്റെ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 16 ലോക്പാൽ ദിനം ജനുവരി 16. അത് റീസെൻ്റ്ലി ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചത്. ലോക്പാൽ ദിനം ജനുവരി 16. ഇന്ത്യയുടെ നിലവിലെ ലോക്പാൽ അധ്യക്ഷൻ ആരാണ്? ലോക്പാൽ AM ഗാൻവിൽക്കർ ആണ്. അജയ് മാണിക്റാവു ഗാൻവിൽക്കർ. AM ഗാൻവിൽക്കർ ആണ് ഇന്ത്യയുടെ നിലവിലെ ലോക്പാൽ. അപ്പോൾ ലോക്പാൽ ദിനമായി ആചരിക്കുന്നത് ജനുവരി 16. അതുപോലെ അന്താരാഷ്ട്ര കടുവാ ദിനം, കുറച്ച് ദിനങ്ങൾ പറയാൻ നോട്ട് ചെയ്തോളൂ. അന്താരാഷ്ട്ര കടുവാ ദിനം ജൂലൈ 29. കടുവകൾക്ക് മാത്രമല്ല മിക്ക മൃഗങ്ങൾക്കും ദിനങ്ങളുണ്ട്. സിംഹദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് 10. ഗജദിനമുണ്ട്. ലോക ഗജദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 12. അപ്പോൾ കടുവാ ദിനം ജൂലൈ 29. പിന്നെ ലോക ധ്യാന ദിനം ഡിസംബർ 21 കേട്ടോ. മെഡിറ്റേഷൻ ഡേ ആണ് ഡിസംബർ 21. അതിൻ്റെ ഈ വർഷത്തെ പ്രമേയം എന്താണെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ഫോർ ഗ്ലോബൽ പീസ് ആൻഡ് ഹാർമണി എന്നാണ്. മെഡിറ്റേഷൻ ഫോർ ഗ്ലോബൽ പീസ് ആൻഡ് ഹാർമണി ലോക ധ്യാന ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 21. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്ത ഡേറ്റ് തന്നെയാണ്. എപ്പോഴാണ്? മെയ് 17. കുടുംബശ്രീ ദിനം മെയ് 17. ഡോൾഫിൻ ദിനമുണ്ട് ഒക്ടോബർ 5 കേട്ടോ. അതുപോലെ കുടുംബശ്രീയുടെ ബഡ്സ് ദിനം ഓഗസ്റ്റ് 16.
കുറേ ദിനങ്ങൾ PSC ചോദിക്കാറുണ്ടല്ലേ. ഭരണഘടനാ ദിനം എപ്പോഴാണ്? നവംബർ 26. നവംബർ 26 ഭരണഘടനാ ദിനം. അപ്പം അതുപോലെ ഈ ദിനങ്ങളും കൂടി അതിൻ്റെ കൂടെ പഠിച്ചോളൂ. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23, ലോക്പാൽ ദിനം ജനുവരി 16, അന്താരാഷ്ട്ര കടുവ ദിനം ജൂലൈ 29, ലോക ധ്യാന ദിനം ഡിസംബർ 21. അതിൻ്റെ തീം എന്താണ് ഈ വർഷത്തത്? മെഡിറ്റേഷൻ ഫോർ ഗ്ലോബൽ പീസ് ആൻഡ് ഹാർമണി എന്നുള്ളതാണ്. കുടുംബശ്രീ ദിനം മെയ് 17. പിന്നെ ബഡ്സ് ദിനം, കുടുംബശ്രീയുടെ ബഡ്സ് ദിനം ഓഗസ്റ്റ് 16. ഭരണഘടനാ ദിനം കടുവാ ദിനം ജൂലൈ 29 പോലെ. സിംഹദിനം ഓഗസ്റ്റ് 10, ഗജദിനം ഓഗസ്റ്റ് 12. പിന്നെ ഡോൾഫിൻ ദിനം ഒക്ടോബർ 5. ദിനങ്ങളൊക്കെ നോട്ട് ചെയ്തോളൂ. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഇവയാണ്. ഇവയാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ കാർ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നത് എവിടെയാണ്? 3rd സ്റ്റേജ് എക്സാമിന് ചോദിച്ചതാണ്, കൊല്ലം അല്ലേ. അപ്പം അതുപോലെ ഇന്ത്യയിലെ ആദ്യ സോളാർ കാർ ഏതാണ്? ഇവ. ഇന്ത്യയുടെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ലക്നൗ ആണ്. AI സിറ്റി ഏതാണ്? ലക്നൗ ആണ്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തലസ്ഥാനം ഹൈദരാബാദ് കേട്ടോ. ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തലസ്ഥാനം ഹൈദരാബാദ്. ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിറ്റി ലക്നൗ ആണ്. ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ AI യൂണിവേഴ്സിറ്റി വരുന്നത്. അതുപോലെ ഇന്ത്യയിൽ മെത്തനോളിൽ ഓടുന്ന ബസ് ആരംഭിച്ചത് നഗരേതാണ്? ബാംഗ്ലൂരിലാണ് ഇന്ത്യയിൽ ആദ്യമായി മെത്തനോളിൽ ഓടുന്ന ബസ് ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാനും PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാർവതി ബറുവയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാൻ പാർവതി ബറുവ. അതുപോലെ ഇന്ത്യയുടെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ആദിത്യ. നേരത്തെ പിന്നെ സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ISRO ദൗത്യത്തിന്റെ പേര് ആദിത്യ പറഞ്ഞു. ഇപ്പം പറയുന്നത് ഇന്ത്യയുടെ സൗരോർജ വിനോദസഞ്ചാര ബോട്ടിന്റെ പേരും ആദിത്യ എന്നാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സൗരോർജ ബോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ദ്രയാണ് കേട്ടോ. ഇന്ദ്ര, ഏറ്റവും വലുത് ഇന്ദ്ര, ആദ്യത്തത് ആദിത്യ. പിന്നെ വേഗതയേറിയ സൗരോർജ ബോട്ടുണ്ട് ഇന്ത്യയുടെ, അതിന്റെ പേര് ബാറാക്കുടയാണ്. ബാറാക്കുട. 3 മാറിപ്പോവരുത്. ഇന്ത്യയിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ആദിത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗരോർജ ബോട്ട് ഇന്ദ്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൗരോർജ ബോട്ട് ബാറാക്കുട. അതുപോലെ ഇന്ത്യയിലെ ആദ്യ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത്, അതും പിന്നെ PSC ചോദിച്ചതാണ്. ഇന്ത്യയിലെ ആദ്യ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡാണ് കേട്ടോ. ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിലെ ആദ്യ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡ് തന്നെയാണ് ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന സംസ്ഥാനം കേട്ടോ. കറണ്ട് അഫയേഴ്സിൽ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. നിലവിൽ ഉള്ളത് ഗോവയിലുണ്ട്, പക്ഷെ ഇനിയിപ്പം വരുന്നത് ഉത്തരാഖണ്ഡിലേക്കാണ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ്. അതുപോലെ ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലമ്പാറയാണ് കേട്ടോ. പുല്ലമ്പാറ. ഡിജിറ്റൽ കോടതി കൊല്ലം പറഞ്ഞു. ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലമ്പാറ. ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ കേട്ടോ. ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്താണ് കിളിമാനൂര്. അതുപോലെ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴ. ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ മണ്ഡലം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പാണ്. അപ്പോൾ കുറേ ഡിജിറ്റലിൻ്റെ വരുന്നുണ്ട്, ഇതൊന്നും മാറിപ്പോവരുത്. ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലമ്പാറയാണെങ്കിൽ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ. ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നഗരം മൂവാറ്റുപുഴ. ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ത്യയുടെ ആദ്യ എഴുത്തുകാരുടെ ഗ്രാമം വരുന്ന താനോ ആണ്, അതും ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യയിലെ ആദ്യ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ് പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് നിയമം നിലവിൽ വരുന്നത് ഉത്തരാഖണ്ഡ് പറഞ്ഞു. അതുപോലെ ഇന്ത്യയിലെ എഴുത്തുകാരുടെ ഗ്രാമം വരുന്നുണ്ട്, അത് താനോ ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യയുടെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി വരുന്നത് മഹാരാഷ്ട്ര. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇന്ത്യയുടേത് ദേവികയാണ് കേട്ടോ. ദേവോൺ എന്ന് പറഞ്ഞത് ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഡേവോൺ, DEVON. പിന്നെ അതുപോലെ ഇന്ത്യയിലെ ആദ്യ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവിക, DEVIKA എന്നുള്ളത്. ഇന്ത്യയിൽ ആദ്യമായി പെൺകുട്ടികൾക്കായി സൈനിക സ്കൂള് സ്ഥാപിക്കപ്പെട്ടത്
വൃന്ദാവനാണ്. ഉത്തർപ്രദേശിലെ വൃന്ദാവനിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സൈനിക സ്കൂൾ സ്ഥാപിക്കപ്പെട്ടത്. വൃന്ദാവൻ മധുരയിലാണെന്ന് ഓർമ്മിക്കുക, ഉത്തർപ്രദേശിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ജലമരം സ്ഥാപിക്കുന്നത് കുഫോസ് യൂണിവേഴ്സിറ്റിയിലാണ് ഇന്ത്യയിലെ ആദ്യ ജലമരം സ്ഥാപിക്കുന്നത്. അതുപോലെ PSC ചോദിച്ചതാണ് ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഭാഗ്യക്കുറി ആരംഭിച്ച സംസ്ഥാനം. ഡിജിറ്റൽ ഭാഗ്യക്കുറി ആരംഭിച്ചത് മേഘാലയയിലാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ചത് കേട്ടോ. ഇപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരതാ സംസ്ഥാനമൊക്കെ നമുക്കറിയാം കേരളമാണ്. ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനവും കേരളം തന്നെയാണ്. അത് നോട്ട് ചെയ്തോളൂ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം കേരളം. ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ചതാണ് മേഘാലയ. ഓൺലൈൻ ഭാഗ്യക്കുറി അവതരിപ്പിച്ചത് സിക്കിമാണ്. ഭാഗ്യക്കുറി ആരംഭിച്ചത് കേരളം. അത് മാറിപ്പോയത്. ഇന്ത്യയിൽ ആദ്യമായി ഭാഗ്യക്കുറി ആരംഭിച്ചത് നമ്മുടെ കേരളത്തിൽ. ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ ഭാഗ്യക്കുറി ആരംഭിച്ചത് സിക്കിമിലാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ചത് മേഘാലയയിലാണ്. മാറിപ്പോയത് മേഘാലയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം. ലോക സന്തോഷ സൂചിക റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളതെന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ റാങ്ക് 126 ഇന്ത്യ 126ാമതാണുള്ളത്. ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 126. ഇപ്പോൾ ടോട്ടൽ എത്ര രാജ്യങ്ങളാണ് ഈ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഉള്ളതെന്ന് വെച്ചാൽ 143 രാജ്യങ്ങളാണ്. ഇപ്പം 143 രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യസ് പൊസിഷൻ 126. ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം, മുന്നിൽ നിൽക്കുന്ന രാജ്യം ഫിൻലാൻഡാണ്. ഫിൻലാൻഡ് ഒരുപാട് തവണയായി, 6ാം തവണയാണിത്. 6ആണോ 7ആണെന്ന് കറക്റ്റ് ഓർമ്മയില്ല. ഒരുപാട് പ്രാവശ്യമായി ഫിൻലാൻഡ് തന്നെയാണ് ഈ ലോക സന്തോഷ സൂചികയിൽ ഒന്നാമതെത്തുന്ന രാജ്യം. ഏറ്റവും ഒടുവിൽ ഏറ്റവും അവസാനത്തുള്ള രാജ്യം ഏതാണെന്ന് വെച്ചാൽ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും അവസാനത്തുള്ള രാജ്യം, സന്തോഷം തീരെ ഇല്ല എന്ന് പറയപ്പെടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ കേട്ടോ. വെറുതെ നോട്ട് ചെയ്തോളൂ, അതൊന്നും ചോദിക്കൂല. ഏറ്റവും സന്തോഷമുള്ള രാജ്യം 1ാം റാങ്ക് ഉള്ളതായിരിക്കും മിക്കവാറും ചോദിക്കുക. അല്ലെങ്കിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡ്. ഇന്ത്യയുടെ പൊസിഷൻ 126. എത്ര രാജ്യങ്ങളാണ്? 143 രാജ്യങ്ങളാണ്. ഏറ്റവും അവസാനത്തുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനാണ്, തീരെ സന്തോഷമില്ലാത്ത രാജ്യം. നെക്സ്റ്റ്, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പുതിയ ലൊക്കേഷൻ കോഡ്. ഇതിനു മുമ്പ് വേറെ ലൊക്കേഷൻ കോഡ് ഉണ്ടായിരുന്നു. IN എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ IN. അതുപോലെ NYY1 എന്നുള്ളതാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആദ്യത്തെ ലൊക്കേഷൻ കോഡ്. എന്നാൽ നിലവിൽ വേറൊരു ലൊക്കേഷൻ കോഡ് കൂടി പുറത്തിറക്കി. അത് ഏതാണെന്ന് വെച്ചാൽ IN, ഇന്ത്യൻ്റെ IN തന്നെയാണ്. പിന്നെ TRV, ട്രിവാൻഡ്രത്തിൻ്റെ TRV01, അതാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പുതിയ ലൊക്കേഷൻ കോഡ് കേട്ടോ. IN TRV01 എന്നുള്ളതാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ പുതിയ ലൊക്കേഷൻ കോഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണ്? അതും PSC ചോദിച്ചതാണ്. വിഴിഞ്ഞം തുറമുഖം. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചു വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണെന്ന്. നെയ്യാറ്റിൻകര. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരം. അതുപോലെ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന നിയമസഭാ മണ്ഡലം നോട്ട് ചെയ്തോളൂ, കോവളമാണ്. ഇന്ത്യയുടെ 14ാമത്തെ മേജർ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ ചുമതലയുള്ള കമ്പനി അദാനി പോർട്ടാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിന്റെ കരാർ ഏർപ്പെട്ടിരിക്കുക. കേരള സർക്കാരായിട്ട് കരാർ ഏർപ്പെട്ട കമ്പനി കേട്ടോ. അപ്പം വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ ഏത് വർഷമാണ് അദാനി പോർട്ടുമായിട്ട്? 2015 2015 അദാനി പോർട്ട് കമ്പനിയും കേരള സർക്കാരും കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം കരാർ ഒപ്പിട്ടത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് 2015 ഉമ്മൻചാണ്ടിയാണ്. ഉദ്ഘാടനം നിർവഹിച്ച വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 2023 ഒക്ടോബർ 15 പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത്. 2023 വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്ത വർഷം 2023. വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യ കപ്പലും PSC ചോദിച്ചിട്ടുണ്ട്. അത് ഷേൻഹുവ 15 ആണ്. ഷേൻഹുവ 15 കണ്ടെയ്നർ കപ്പലാണ് കേട്ടോ. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ കപ്പൽ ഷേൻഹുവ 15. ആദ്യ മദർഷിപ്പ്, വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ആണ്. അതുപോലെ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ ഫീഡർ കപ്പലുണ്ട്, അത് മറൈൻ അസൂർ ആണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാറിപ്പോയത് ആദ്യ കപ്പൽ, വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഷേൻഹുവ 15. രണ്ടാമതെത്തിയ കപ്പൽ ഈ ഷേൻഹുവ വെച്ചിട്ട് തന്നെയാണ്. ഷേൻഹുവ 29 എന്നാണ്. ഇതെല്ലാം ചൈനീസ് പേരാണ് കേട്ടോ. ചൈനയുടെ ഷിപ്പായോണ്ടാണ് ഷേൻഹുവ എന്ന് വന്നത്. ഇപ്പൊ ഷേൻഹുവ 15 ആദ്യ കപ്പൽ. രണ്ടാമതെത്തിയ കപ്പലാണ് ഷേൻഹുവ 29. ആദ്യ മദർഷിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ സാൻ ഫെർണാണ്ടോ ആണ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ ഫീഡർ കപ്പൽ
മറൈൻ അസൂർ ആണ്. പിന്നെ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ, ആദ്യ ഫീഡർ കപ്പൽ മറൈൻ അസൂർ. ഇപ്പൊ 100ാമത്തെ കപ്പലും കൂടി വിഴിഞ്ഞം തുറമുഖത്ത് എത്തി കേട്ടോ. അതെന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക, ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. എത്ര കമന്റ്സ് ഉണ്ട് നോക്കട്ടെ, എത്ര പേർക്ക് അറിയാമെന്നറിയണം. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ 100ാമത്തെ കപ്പലിന്റെ പേര് ഒന്ന് കമന്റ് ചെയ്യുക ജസ്റ്റ്. ഇപ്പൊ ഇത്രയും പറഞ്ഞത് വിഴിഞ്ഞം തുറമുഖത്തെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ ആണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീകുമാർ കെ നായർ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീകുമാർ കെ നായർ, മാനേജിംഗ് ഡയറക്ടറാണ് ദിവ്യ എസ് അയ്യർ. പിന്നെ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? നമ്മുടെ കേരളത്തിന്റെ വാസവൻ അല്ലെ, വി എൻ വാസവനാണ് തുറമുഖ വകുപ്പ് മന്ത്രി. അപ്പം വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുതിയ ലൊക്കേഷൻ കോഡ് ഏതാണ്? INTRV01 എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ്. ഇന്ത്യയിലെ ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസിറ്റ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞം തുറമുഖം. സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര, നിയമസഭാ മണ്ഡലം സ്ഥിതി ചെയ്യുന്ന നിയമസഭാ മണ്ഡലം കോവളാണ്. സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. ഇന്ത്യയുടെ 14ാമത്തെ മേജർ പോർട്ടാണ്. കരാർ ഒപ്പിട്ടത് 2015 ഉദ്ഘാടനം നിർവഹിച്ചത് 2023 ഒക്ടോബർ 15 അപ്പം ആദ്യം വന്ന കപ്പൽ ഷെൻഹുവ 15 കണ്ടെയ്നർ കപ്പലാണ്. ആദ്യം മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ആണ്. ആദ്യ ഫീഡർ കപ്പൽ മറൈൻ അസൂർ ആണ്. പിന്നെ ഞാൻ കമന്റ് ചെയ്യാൻ പറഞ്ഞത് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ 100ാമത്തെ കപ്പലിന്റെ പേര്. പിന്നെ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണമുള്ള കമ്പനി ഏതാണ്? അദാനി ഗ്രൂപ്പ്. അദാനി. അപ്പം ഇത്രയും മനസ്സിലാക്കുവാൻ